ഹായ് നമസ്കാരം. IPL വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇന്ന് പഞ്ചാബും ചെന്നൈയും തമ്മിലായിരുന്നു മത്സരം. ടോസ് ലഭിച്ച പഞ്ചാബ് ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുന്നു. എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ബൌളേഴ്സ് പഞ്ചാബിന് വേണ്ടി കാഴ്ചവെച്ചത്. ഹർഷദ് പട്ടേലും രാഹുൽ ചഹാറും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ഇരുവരും 4 ഓവറിൽ 23-24 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ എടുത്തു. മികച്ചൊരു ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു. ചെന്നൈയുടെ നിരയിൽ ഗെയ്ക്വാദിനും ഡാനിയൽ മിച്ചലിനും അതുപോലെ തന്നെ ജഡേജയ്ക്കും മാത്രമാണ് നല്ലൊരു സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ മൂവരുടെയും ബാറ്റിംഗിന്റെ പിൻബലത്തിൽ 167 എന്ന മോശമല്ലാത്തൊരു സ്കോർ പഞ്ചാബിന് മുന്നിൽ വെക്കാൻ ചെന്നൈക്ക് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് മുൻ ക്യാപ്റ്റൻ ധോണി ക്രീസിലേക്ക് വരുന്നത് ഗാലറി ആഘോഷമാക്കിയിരുന്നു പതിവ് പോലെ. പക്ഷെ ഇത്തവണ ആരാധകർക്ക് തിരിച്ചു കൊടുക്കാൻ തലയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ബോളിൽ തന്നെ ക്ലീൻ ബൗൾഡായി പുറത്താകുന്നു. ആരാധകർ നിരാശരായി തലയിൽ കൈവെക്കുന്നു. പക്ഷേ മത്സരത്തിന്റെ ഫലം വരുമ്പോൾ അവർ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. 168 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിനെ പക്ഷേ ചെന്നൈ ഒരു നിലക്കും വിട്ടില്ല. ചെന്നൈയുടെ ബൗളേഴ്സ് വളരെ കൃത്യതയോടെ വളരെ നന്നായി പന്തെറിഞ്ഞു. ഇന്ന് പതിവിൽ അധികം ഊർജ്ജസ്വലതയോടെ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് പഞ്ചാബിനെതിരെ 28 റൺസിന് മികവാർന്ന വിജയം. പഞ്ചാബിന്റെ നിരയിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രഭ്സിമ്രാൻ സിംഗിന്റെ 30 റൺസും ശശാങ്കിന്റെ ഒരു 27 റൺസും മാത്രമാണ് പഞ്ചാബിന്റെ നിരയിൽ എടുത്തു പറയാനുള്ളത്. മറ്റാർക്കും തന്നെ പഞ്ചാബിന് വേണ്ടി ഒരു നല്ല പാർട്ണർഷിപ്പ് പടുത്തുയർത്താനോ നല്ലൊരു സ്കോർ കണ്ടെത്താനോ പറയുമ്പോൾ 168 റൺസ് മാത്രമാണ് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. ഒരു ഘട്ടത്തിൽ അത് വളരെ ഈസിയായി മറികടക്കും എന്നും തോന്നിച്ചിരുന്നു. അവിടെയാണ് ജഡേജയുടെ സ്പിൻ ബൌളിംഗിൽ പഞ്ചാബ് ശരിക്കും വീഴുന്നത്. എന്തായാലും ഇന്നത്തെ കളിയോടെ ചെന്നൈ വിലപ്പെട്ട 2 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഇന്നത്തെ ജയത്തോടെ CSK 11 കളിയിൽ 12 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. പഞ്ചാബ് 11 കളിയിൽ 8 പോയിന്റുമായി 8-ാം സ്ഥാനത്താണുള്ളത്. ഇന്നത്തെ പഞ്ചാബിന്റെ പരാജയം ഒരുപക്ഷെ ഗുണം ചെയ്യുന്നത് RCBക്കായിരിക്കും. പ്ലേ ഓഫ് പ്രതീക്ഷ അവർക്ക് നീട്ടിക്കിട്ടാൻ ഇത് സഹായകമാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നത്.